Good morning all. Welcome to today's English class. So in the last class we have completed our unit number 2. Hope you all understood unit number 2 and you have studied it completely. So today in this class we are moving to our next unit, unit number 3, man and media. What is the connection between man and media? What is a media? എന്താണ് ഈ മീഡിയ എന്ന് പറഞ്ഞാൽ? അതെ, മാധ്യമങ്ങൾ. എന്തിനാണ് നമുക്ക് ഈ മാധ്യമങ്ങൾ? യെസ്, ഫോർ കമ്മ്യൂണിക്കേഷൻ അല്ലേ? നമുക്ക് ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആളുകളോട് നമുക്ക് ഒന്നിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, ആശയവിനിമയം നടത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ നമുക്ക് കൂടിയേ തീരും. എ ബെസ്റ്റ് എക്സാമ്പിൾ ഐ ക്യാൻ ടെൽ, ഐ എം കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ്, ഇസ്ന്റ് ഇറ്റ്? ഇപ്പം ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മൊബൈലിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഹെൽപ്പോട് കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു മനുഷ്യനും ഈ മാധ്യമങ്ങളും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് അല്ലേ? മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഇൻ്റർനെറ്റും ഒന്നും ഇല്ലാത്ത വീടുകൾ തന്നെ വളരെ കുറവാണ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം മറ്റൊരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ വ്യക്തികളിലേക്കോ നമുക്ക് എങ്ങനെയൊക്കെ എത്തിക്കാം? അതിന് നമ്മളെ സഹായിക്കുന്നത് ആരൊക്കെയാണ്? ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? മുമ്പ് ഉപയോഗിച്ചിരുന്നത് ഏതൊക്കെയാണ്? ഇതിനുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻസ് തന്നെ പല തരത്തിലുണ്ട് അല്ലേ? മാസ് കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ കമ്മ്യൂണിക്കേഷനെ തന്നെ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അതിൽ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് കമ്മ്യൂണിക്കേഷൻ, മാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട്. അറ്റ് എ ടൈം ഇഫ് വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ, ദാറ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വി ക്യാൻ കോൾ മാസ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരേ സമയം നമ്മൾ ഒന്നിൽ കൂടുതൽ വ്യക്തികളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും അല്ലേ? ഇപ്പോൾ ടീച്ചർ ചെയ്യുന്നത് മാസ് കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ ഒന്നിൽ കൂടുതൽ കുട്ടികളോടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ആശയം ഒരുപാട് ആളുകളിലേക്ക് ഒന്നിച്ച് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊരു മാസ് കമ്മ്യൂണിക്കേഷനാണ്. ന്യൂസ് പേപ്പർ അല്ലേ? അപ്പോൾ നമ്മൾ ഒരാളുടെ വീട്ടിൽ മാത്രമാണോ വരുന്നത്? അല്ല, ലോകത്താകമാനം ഒരുപാട് ന്യൂസ് പേപ്പറുകൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഒരു മാസ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരുപാട് ആശയങ്ങളെ ഒരുപാട് ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ന്യൂസ് പേപ്പറിന് സാധിക്കും. അപ്പോൾ അതുപോലെയല്ലേ ടെലിവിഷനും, അതുപോലെയല്ലേ കമ്പ്യൂട്ടറും അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്യുന്നതും മാസ് കമ്മ്യൂണിക്കേഷനാണ്. ടീച്ചർ ഒരുപാട് കുട്ടികളോട് ഒന്നിച്ച് സംസാരിക്കും. നമ്മൾ ഗൂഗിൾ മീറ്റിൽ ചെയ്യുന്നത്, നമ്മൾ ഈ അടുത്തിടെ പരിചയപ്പെട്ടതാണ് ഗൂഗിൾ മീറ്റ് അല്ലേ? ടീച്ചർ ഒരുപാട് കുട്ടികളോട് ഒരേ സമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? മാസ് കമ്മ്യൂണിക്കേഷന് എക്സാമ്പിളാണ്. അതുപോലെ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ടെലിഫോണിലൂടെ നമുക്ക് പ്രിയപ്പെട്ടവരായിട്ട് മാത്രമായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, സെലക്റ്റീവായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഈ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷനായിട്ട് ടീച്ചർ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഈ കമ്മ്യൂണിക്കേഷൻ, ഈ ആശയവിനിമയവും മനുഷ്യനും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് എന്നാണ് ടീച്ചർ പറഞ്ഞത്. ഈ ആശയവിനിമയത്തിന് തന്നെ നമുക്ക് ഭാഷ വേണമെന്ന നിർബന്ധമുണ്ടോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല അല്ലേ? നമുക്ക് വെർബലായിട്ടും നോൺ വെർബലായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വെർബൽ എന്ന് പറഞ്ഞാൽ ഒരു ഭാഷ ഉപയോഗിച്ച് അല്ലേ? ടീച്ചർ ഇപ്പോൾ മലയാളവും ഇംഗ്ലീഷും ഈ 2 ഭാഷകളും ഉപയോഗിച്ചാണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഭാഷ ഉപയോഗിക്കാതെയും കുറച്ച് ആംഗ്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ചില ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ടും ഒക്കെ നമുക്ക് ചില ജെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് കാണിക്കുന്ന ചില ആക്ഷൻസ് കൊണ്ടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഭാഷ അറിയാത്തൊരു സ്ഥലത്ത് നമ്മൾ ചെന്ന് പെട്ടാൽ ഇത്തരത്തിലുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ കൂടുതലായിട്ടും അഡോപ്റ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ആശയവിനിമയം എന്ന ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സംസാരിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് ഈ മനുഷ്യനും ആശയവിനിമയവും തമ്മിലുള്ള ബന്ധമാണ് ടീച്ചർ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ ഒരുപാട് എക്സാമ്പിളുകളും നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു മനോഹരമായൊരു ചിത്രം, നമ്മുടെ യൂണിറ്റിൻ്റെ മെയിൻ പിക്ചർ. അപ്പോൾ നമുക്ക് ആ പിക്ചറും യൂണിറ്റിൻ്റെ നെയിമും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കണ്ടേ? ശരി, ടേക്ക് യു ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾ കണ്ടു മാൻ ആൻഡ് മീഡിയ. അതിൽ നിങ്ങൾ ഒരു പിക്ചർ കാണുന്നുണ്ടാവും, ഒരു ഗ്ലോബും അതിന് മുകളിൽ വളർന്നു നിൽക്കുന്ന ഒരു മരവും ഒരുപാട് സിംബൽസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്
Are you familiar with such kinds of symbols? Anyone can you identify? ഇല്ലേ, ഇതെങ്കിലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഐ എം ഷുവർ യു ക്യാൻ ഐഡന്റിഫൈ ബിക്കോസ് നൗ ഡേയ്സ് യു ആർ വെരി ക്ലോസ് വിത്ത് മൊബൈൽസ് അല്ലേ? നിങ്ങൾ മൊബൈലുമായിട്ട് ഒരുപാട് ക്ലോസ് ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിമ്പിൾസിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. അതിൽ നോക്കൂ, ഇതിൽ ഏതെങ്കിലും മ്യൂസിക്കിന്റെ ഒരു പിക്ചർ, മെസ്സേജിന്റെ പിക്ചർ, സെറ്റിങ്സിന്റെ പിക്ചർ, വീഡിയോസിന്റെ പിക്ചർ, ലെറ്ററിന്റെ പിക്ചർ, അൺലോക്ക് ചെയ്യുന്നതിന്റെ, നെറ്റ്വർക്കിന്റെ, അങ്ങനെ ഒരുപാട് പിക്ചേഴ്സ്, അതേമാതിരി ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷന്റെ, അങ്ങനെ പല തരത്തിലുള്ള ആ ബേർഡിനെ കണ്ടോ, അത് ട്വിറ്റർ ആണ് അല്ലെ? ഫേസ്ബുക്ക്, ട്വിറ്റർ പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ പേജസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മളിപ്പോൾ ഉപയോഗിച്ച് വരുന്നു. ആ നമ്മുടെ പിക്ചറിൽ കാണുന്ന ആ ഒരു മരം ഉണ്ടല്ലോ, ദ ട്രീ സിംബിളൈസസ് ദ ഗ്രോത്ത് ഓഫ് മീഡിയ. അതായത് ഈ മാസ് മീഡിയയുടെയും കമ്മ്യൂണിക്കേഷൻ്റെയും ഗ്രോത്തിനെയാണ് നമ്മുടെ ആ ട്രീ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു മനുഷ്യനും കമ്മ്യൂണിക്കേഷനും ആ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന മീഡിയയും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. Shall we move to our lesson? Okay. Another picture is given there. Can you identify? Yes. At the middle of the globe you can see a postman. How postman help us to deliver a message? ഒരു പോസ്റ്റ്മാൻ എങ്ങനെയാണ് മെസ്സേജ് അയക്കാൻ നമ്മളെ സഹായിക്കുന്നത്? Yes, we can write letters, isn't it? We can write letters and we can post all these letters in post box, and the postman, yes, he will take all the letters out and he will go to the houses according to the address that is written over there. അല്ലേ? നമ്മൾ ഒരു മേൽവിലാസം എഴുതി ലെറ്റർ പോസ്റ്റ് ചെയ്താൽ ആ മേൽവിലാസത്തിനനുസരിച്ച് നമ്മുടെ പോസ്റ്റ്മാൻ വീടുകളിലേക്ക് അത് എത്തിക്കും. അത് ഇന്ത്യക്ക് അകത്താണെങ്കിൽ ട്രെയിൻ മാർഗം ലെറ്റർ കൊണ്ടുപോകും. ഇനി ഇന്റർനാഷണൽ ആണെങ്കിലോ വി ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ എയർലൈൻസ് അല്ലേ? പ്ലെയിനിലാണ് ലെറ്ററുകളൊക്കെ കൊണ്ടുപോകാം അല്ലേ? നമ്മൾ ലോക്കലായിട്ടാണെങ്കിൽ അദ്ദേഹം ഒരു ബൈക്കിലോ സൈക്കിളിലോ പണ്ടാണെങ്കിൽ നടന്നിട്ടൊക്കെയാണ് വരിക അല്ലേ? നമുക്ക് നമ്മുടെ വീട്ടിൽ ആ ലെറ്റർ കൊണ്ടുവന്നത്. അതുപോലെ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? കെൻ യു സീ എ പിജിൻ? ഒരു ബേർഡിനെ നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ? ഈ കമ്മ്യൂണിക്കേഷനും ബേർഡും തമ്മിൽ എന്താണ് ബന്ധം? ആനിമൽസിനെയും ബേർഡ്സിനെയും കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. വലിയ വലിയ പണ്ട് കാലത്തെ രാജാക്കന്മാരൊക്കെ ഒരു സന്ദേശം അയക്കുന്നതിന് വേണ്ടി സന്ദേശം ഒരു പ്രാവിന്റെ കാലിൽ കെട്ടിയിട്ട് പ്രാവിനെ പറത്തത് ട്രെയിൻഡ് ആയിട്ടുള്ള പിജിൻസ് ആയിരിക്കും കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള പിജിൻസിനെ പറത്തി വിട്ടുകൊണ്ട് അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്തിയിരുന്നതായി നമ്മൾ പണ്ടത്തെ കഥകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. മഹാകവി കാളിദാസന്റെ, സംസ്കൃതം കുട്ടികൾക്ക് പരിചയം ഉണ്ടായിരിക്കും, ഒരുപാട് അദ്ദേഹത്തിന്റെ സന്ദേശ കാവ്യങ്ങൾ എന്ന് തന്നെ പറയും. എന്താണ് ഈ സന്ദേശ കാവ്യങ്ങൾ? മിക്കതും അതിലൊരു നായകനും നായികയും ഒരുപാട് ദൂരം അകലെ ഇരുന്നിട്ടായിരിക്കും. അപ്പൊ അവരുടെ ഇടയിൽ സന്ദേശം അയക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ എന്താ പറയാ, മൃഗങ്ങളെയോ പക്ഷികളെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന കാവ്യങ്ങളെ പറഞ്ഞിരുന്ന പേരായിരുന്നു സന്ദേശ കാവ്യങ്ങൾ. അപ്പൊ പ്രാചീന കാലം മുതൽക്ക് തന്നെ ഈ സന്ദേശങ്ങൾ അയക്കുന്നതിൽ, അതായത് ഈ മെസ്സേജ് ഡെലിവറിക്ക് ഇത്രയും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നുവെന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. മേഘദൂത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മേഘ സന്ദേശങ്ങൾ. അത് കാളിദാസന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കവിതയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിട്രിയാണ്. അത് ഈ മേഘങ്ങൾ വഴിയാണ് ദൂത് അയക്കുന്നത്. അതേപോലെ നിങ്ങൾ നളന്റെയും ദമയന്തിയുടെയും കഥ വായിച്ചിട്ടുണ്ടാവും. ഹംസത്തിനെ മെസ്സേജിന് വേണ്ടി അയക്കുന്ന, അങ്ങനെ ഒരുപാട് കഥകൾ ഇതുമായി ബന്ധപ്പെട്ടതുണ്ട്. നിങ്ങൾക്ക് ഒന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ കഥകൾ ഇതുമായി ബന്ധപ്പെട്ടതെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഹോഴ്സിന്റെ, അതായത് ഒരു കാറ്റ് നിങ്ങൾക്ക് കാണാം. അപ്പൊ അതിലാണ് പണ്ട് മെസ്സേജുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചിരിക്കുക? മൃഗങ്ങളുടെ സഹായത്തോടെ, അല്ലെങ്കിൽ കുതിരവണ്ടിയോ അല്ലെങ്കിൽ ഈ കഴുതയുടെ പുറത്ത് കെട്ടിവെച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന രീതിയൊക്കെ ആയിരിക്കാം സ്വീകരിച്ചിട്ടുണ്ടാവുക അല്ലെ? അപ്പൊ മൃഗങ്ങളെയും പക്ഷികളെയും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അത്രയും സമയം നമ്മൾ എടുക്കും ഒരു മെസ്സേജ് അയക്കാൻ? ഇല്ല. വളരെ കണ്ണടച്ച് തുറക്കുന്ന ഒരു സമയം കൊണ്ട് തന്നെ ഒരു മെസ്സേജ് നമുക്ക് ഒരാളിൽ നിന്ന് നിരവധി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്കൊന്ന് കിടക്കാം. വാട്ട് ഡു ദീസ് പിക്ചേഴ്സ് ടെൽ us about? ഈ പിക്ചറുകൾ എന്താണ് നമ്മളോട് പറയുന്നത്? ഈ പിക്ചറുകളെല്ലാം ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചു വന്ന കമ്മ്യൂണിക്കേഷൻ മീഡിയാസ് ആണ്.
ടെലിവിഷനെ കാണാം, റേഡിയോ കാണാം, ടെലിഫോൺ കാണാം, അല്ലേ? അപ്പോൾ ടെലിവിഷനും റേഡിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ വന്നിട്ടുള്ളത്. അതിനു മുമ്പാണ് ഈ ഹോഴ്സ് ബാക്കും അല്ലെങ്കിൽ ഈ മൃഗങ്ങളെയും പക്ഷികളെയും ഉപയോഗിച്ചിട്ടുള്ള മെസ്സേജ് സെൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡു യു റിമെമ്പർ സ്റ്റോറീസ് ഇൻ വിച്ച് ബേർഡ്സ് ആൻഡ് ആനിമൽസ് ക്യാരിഡ് മെസ്സേജസ്? ഈ ബേർഡ്സും ആനിമൽസും മെസ്സേജ് ക്യാരി ചെയ്തിരുന്ന കഥകൾ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ടീച്ചർ ഒന്ന് രണ്ടെണ്ണം സൂചിപ്പിച്ചു അല്ലേ? ഹൗ ആർ മെസ്സേജസ് കൺവേഡ് നൗ എ ഡേയ്സ്? ഇപ്പോൾ എങ്ങനെയാണ് ഒരു മെസ്സേജ് പോകുന്നത്? നമ്മളൊന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്ത് നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട, ഒരു സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട സമയമേ വേണ്ടൂ. അപ്പുറത്തെ ഫോണിലേക്ക് അല്ലെങ്കിൽ ഒരു നിരവധി ഫോണുകളിലേക്ക് ആ മെസ്സേജ് ഡെലിവർ ആവും. നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് സ്റ്റോറി ഓഫ് മെസ്സേജസ് ആണ്. ഈ സന്ദേശങ്ങളുടെ കഥ. പണ്ട് കാലത്ത് എങ്ങനെയാണ് ദൂരെ ഇരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഈ മെസ്സേജുകൾ കൈമാറ്റം ചെയ്തിരുന്നത് എന്നതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊരു ഹിസ്റ്ററി പഠിക്കുന്നത് പോലെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നല്ലപോലെ ടെക്സ്റ്റ് വായിക്കണം. ഒരുപാട് ഡിഫിക്കൽട്ട് വേർഡ്സ് ഉണ്ട്. ഗ്ലോസറി ചെക്ക് ചെയ്ത് ഡിഫിക്കൽട്ട് വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ആർ യു റെഡി? ഷാൽ വി മൂവ് ടു ദ ക്ലാസ്? ഓക്കെ. ദ സ്റ്റോറി ഓഫ് മെസ്സേജസ്. Nowadays, when we want to communicate, we either email a person or send an SMS. ശരിയാണല്ലേ? Nowadays, ഇപ്പോഴത്തെ കാലത്ത് when we want to communicate, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ we either email a person, ഒന്നുകിൽ നമ്മൾ ഇമെയിൽ ചെയ്യും, or send an SMS. അല്ലേ? നമ്മളൊരു SMS അയക്കുകയാണ് ചെയ്യുക. SMS-ന്റെ ഫുൾ ഫോം തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നു, നിങ്ങൾ കണ്ടോ? ഷോർട്ട് മെസ്സേജ് സർവീസ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് SMS. ഒന്നില്ലെങ്കിൽ നമ്മളൊരു SMS അയക്കും, അല്ലെങ്കിൽ നമ്മൾ ഇന്റർനെറ്റിൽ നമ്മളൊരു മെയിൽ അയക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എവറിതിങ് ഹാപ്പൻസ് ബൈ ദ ക്ലിക്കിംഗ് ഓഫ് എ മൗസ് ഓർ ദ പ്രസിംഗ് ഓഫ് എ ഫ്യൂ ബട്ടൺസ്. ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം സംഭവിക്കുന്നത് മൗസിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു നിമിഷ നേരത്തിനുള്ളിലോ അല്ലെങ്കിൽ നമ്മൾ ചില ബട്ടണുകൾ, മൊബൈലിലെ ചില ബട്ടണുകൾ പ്രസ് ചെയ്യുന്ന ആ നിസ്സാര സമയമേ വേണ്ടൂ ഒരു മെസ്സേജ് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നതിനായിട്ട്. ഇറ്റ് വാസ് നോട്ട് സോ ഇൻ ദ നിയർ പാസ്റ്റ്. ഈ തൊട്ടടുത്ത കാലം വരെ ഇതല്ലായിരുന്നു സ്ഥിതി. മോസ്റ്റ് പീപ്പിൾ wrote letters, put them in an envelope, got them stamped, dropped them in a post box and waited patiently to hear from the other person. കുറച്ചു കാലം മുമ്പ് വരെ ആളുകൾക്ക് കത്തുകൾ എഴുതുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരുന്നു? നമ്മൾ കത്തുകൾ എഴുതണം. We have to write letters and we have to put these letters in an envelope. എൻവലപ്പ് കണ്ടിട്ടില്ലേ? കത്ത് ഇടുന്ന ഒരു കവർ. We have to put in an envelope. Then we have to pay stamp. അല്ലേ? സ്റ്റാമ്പുകൾ ഉപയോഗിക്കണം. We have to write address. അഡ്രസ് എഴുതണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി ഇടണം. അതിനുശേഷമാണ് പോസ്റ്റ്മാൻ അതിൽ നിന്നും ലെറ്റേഴ്സ് കളക്ട് ചെയ്ത് അഡ്രസ്സിലുള്ള ആൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്, അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ കത്തിന് മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുക കൂടി ചെയ്യും. വി ഹാവ് ടു വെയിറ്റ് പേഷ്യൻ്റ്ലി. ക്ഷമയോടുകൂടി കാത്തിരുന്നേ മതിയാവും. ഇന്റർനാഷണൽ ഒക്കെ ആണെങ്കിൽ 2-3 ആഴ്ചയൊക്കെ എടുത്തിരുന്നു പണ്ട്. ഇത് ഇവിടെ നിന്ന് പോയി അവിടെ എത്തി അത് വായിച്ച് അതിന് മറുപടി എഴുതി അത് തിരിച്ചിവിടെ വരുമ്പോഴത്തേക്കും 2-3 ആഴ്ചയൊക്കെ എടുത്തിരുന്നു. ഇപ്പോൾ ഒന്നും അതിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല. സെക്കൻഡ് പാരഗ്രാഫ്. Way back in the 1850s, letters went on horseback from the east to the west of America. One freight company decided to speed things up by hiring 80 men to take the mail to the west on horseback. ഇനി 1850 കാലഘട്ടങ്ങളിലെ ഒരു കഥയാണ് നമ്മൾ പറയുന്നത്. ആ കാലഘട്ടങ്ങളിൽ ഈ ലെറ്റേഴ്സ് കൊണ്ടുപോകുന്ന രീതിയെക്കുറിച്ചാണ് പറയുന്നത്. അന്ന് ഈ ഫ്ലൈറ്റും ഈ ട്രെയിനും ഒക്കെ ഉണ്ടോ? ഇല്ല. അന്ന് എങ്ങനെയാണ് കത്തുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നത്? ഹോഴ്സ് ബാക്ക് വഴി കുതിരകളുടെ പുറത്ത് ഈ കത്തുകൾ കെട്ടിവെച്ച് കുതിരകളെ ഉപയോഗിച്ചാണ് അതിനെ നമ്മൾ കത്തുകൾ എത്തേണ്ടിടത്ത് എത്തിച്ചിരുന്നത്. ഫ്രം ഈസ്റ്റ് ടു ദ വെസ്റ്റ് ഓഫ് അമേരിക്ക. അമേരിക്കയിലാണ് ഈ ഒരു സംവിധാനം ഉണ്ടായിരുന്നത്. ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് ലെറ്റേഴ്സ് ഈ ഹോഴ്സ് ബാക്കിലാണ് കൊണ്ടുപോയിരുന്നത്. One freight company decided to speed things up by hiring 80 men to take the mail to the west on horseback. അപ്പോൾ ഒരു കമ്പനി മുന്നോട്ട് വന്നു, ഒരു ഫ്രേറ്റ് കമ്പനി. ഈ മെസ്സേജസ് ഒക്കെ ഡെലിവർ ചെയ്യാൻ അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് ഫ്രേറ്റ്. അതിനെയാണ് ഫ്രേറ്റ് കമ്പനി എന്ന് പറയും. ആ ഒരു കമ്പനി മുന്നോട്ട് വന്നു. എന്തിന്? ഒരു 80 പേരെ ഈ മെസ്സേജസ് ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടി ഹയർ ചെയ്യുക, അതായത് ശമ്പളക്കാരെ ആയി നിയമിച്ചുകൊണ്ട് ഈ 80 ആൾക്കാരെയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇത് കുറച്ചും കൂടി സ്പീഡപ്പ് ആക്കാം,
കാരണം ഇത് കുതിരയുടെ പുറത്ത് പോയി അവിടെ എത്തുമ്പോഴത്തേക്കും ഒരുപാട് സമയം എടുക്കും അല്ലേ. അപ്പോൾ മെസ്സേജ് ഡെലിവറി ടൈം കുറയ്ക്കാൻ, എത്രയും വേഗം മെസ്സേജ് അപ്പുറത്തേക്ക് എത്താൻ 80-ലധികം പേരെ ശമ്പളക്കാരായി നിയമിച്ചുകൊണ്ട് ഒരു പുതിയൊരു കമ്പനി രംഗത്ത് വന്നു. അദ്ദേഹം എന്താണ് ചെയ്തത്? Made to the west on horseback. In 1860, the Pony Express was formed. അങ്ങനെ 1860-ലാണ് പോണി എക്സ്പ്രസ് എന്ന പേരിൽ ഒരു സംവിധാനം ഉണ്ടായത്. ആ പേരിൽ തന്നെ നിങ്ങൾക്കറിയാം, പോണി എക്സ്പ്രസ്. പോണി എന്ന് പറഞ്ഞാൽ ചെറിയ ഹോഴ്സിനെയാണ് നമ്മൾ പോണി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പുറത്ത് കെട്ടി വെച്ചുകൊണ്ട് എത്രയും വേഗം മെസ്സേജസ് എത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോണി എക്സ്പ്രസ്. The riders for the Pony Express were chosen for their lightweight as well as their riding ability. ഇനി ഇതിലെ റൈഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിനും ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്, ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്താണത്? They should be light weighted. വളരെ വെയിറ്റ് കുറഞ്ഞവരായിരിക്കണം. കാരണം ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതാണ് ഈ ഹോഴ്സുകൾ. അപ്പൊ നല്ല വെയിറ്റ് ഉള്ള ഒരാൾ കയറി ഇരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം സഞ്ചരിക്കുമ്പോഴത്തേക്കും ഹോഴ്സിന്റെ ഒരു സ്റ്റാമിന തീർന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവരെ തിരഞ്ഞെടുക്കുന്നതിന് 2 ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു. എന്താണ്? ഒന്ന്, അവരെന്തായിരിക്കണം? ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കണം, ഭാരം കുറഞ്ഞ വ്യക്തികളായിരിക്കണം. അതുപോലെ റൈഡിങ് എബിലിറ്റി, ഭാരം കുറഞ്ഞവരായാൽ മാത്രം മതിയോ? ഈ കുതിരയെ ഇണക്കാനും അതിനെ ഓടിക്കാനും കഴിവുള്ളവരായിരിക്കണ്ടേ? അപ്പൊ 2 കാര്യങ്ങളാണ് അവർ ക്രൈറ്റീരിയ ആയിട്ട് ചൂസ് ചെയ്ത്. ഏതൊക്കെയായിരുന്നു? They should be light weighted and consider their riding ability. Most of them were young boys. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരായ ആൺകുട്ടികളെയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. The route they undertook was a rugged one. ഇനി ഇവർ പോയിരുന്ന വഴി ഇന്നത്തെ പോലെ ടാറിട്ട റോഡൊന്നും അല്ലായിരുന്നു. It was a rough one, അല്ലേ? rugged one. അങ്ങനെ വളരെ പരുക്കനായ അല്ലെങ്കിൽ കല്ലും കട്ടയും ഒക്കെ നിറഞ്ഞ ബുദ്ധിമുട്ട് നിറഞ്ഞ വഴികളിലൂടെയാണ് ഇവര് സഞ്ചരിച്ചിരുന്നത്. It went from St. Joseph, Missouri to Sacramento, California, a distance of over 1,800 miles. 1800 മൈലുകളാണ് ഈ ആദ്യത്തെ ഈ ഒരു പോണി എക്സ്പ്രസ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. എവിടെ നിന്ന് എവിടെ വരെ? സെന്റ് ജോസഫ്, മിസോറി ടു സെക്രാമെന്റോ, കാലിഫോർണിയ. ഈ സെന്റ് ജോസഫ്, മിസോറി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും കാലിഫോർണിയയിലേക്കാണ് ഈ 1800 മൈലുകൾ താണ്ടി ഈ പോണി എക്സ്പ്രസ്സുകാര് മെസ്സേജ് എത്തിക്കേണ്ടിയിരുന്നത്. And each rider rode total of 75 miles. അപ്പോൾ ഓരോ റൈഡറും 75 മൈലുകളാണ് പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ 75 മൈലുകൾ കഴിഞ്ഞാൽ റൈഡേഴ്സിനെ മാറ്റിക്കൊണ്ടിരിക്കും, ഈ ഓടിക്കുന്ന ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ സ്റ്റേഷൻ ഉണ്ടാവുമായിരിക്കാം, അവിടെയൊക്കെ ഓരോ റൈഡേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ കുതിരയെയും മാറ്റാം, റൈഡറിനെയും മാറ്റാം. അങ്ങനെ മാറ്റി മാറ്റി എത്രയും വേഗമാണ് അവര് പോയിരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The mail was carried in 4 leather boxes. എങ്ങനെയാണ് ഇത് പോയിരുന്നത്? ടീച്ചർ നേരത്തെ പറഞ്ഞു 75 മൈലാണ് ഒരു റൈഡറും ഒരു ഹോഴ്സും സഞ്ചരിക്കേണ്ടത്. 75 മൈൽ കഴിയുമ്പോൾ ആ റൈഡറെയും ആ പോണിയെയും മാറ്റും. അപ്പോൾ ഒരു പുതിയൊരു റൈഡറും പുതിയൊരു പോണിയും ചാർജ് എടുക്കും. അപ്പോൾ ഈ പോണിയുടെ പുറത്ത് കെട്ടിവെച്ചിരുന്ന ലെതർ ബോക്സുകൾ ഉണ്ടാവും. ഒരു 4 ലെതർ ബോക്സുകൾ നിങ്ങളിങ്ങനെ കണ്ടിട്ടില്ലേ? ഒരു സാഡിൽ ഈ കുതിരയുടെ പുറത്ത് ഇങ്ങനെ ഒരു ബ്ലാങ്കറ്റ് പോലെ ഇടുന്നത്, അതിനെ സാഡിൽ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ പുറത്ത് ബോക്സുകളായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ടാവും. അതിലായിരിക്കും ലെറ്ററുകൾ ഉണ്ടാവുക. അപ്പൊ 75 മൈൽ കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഹോഴ്സിൽ നിന്നും ഇത് അഴിച്ചെടുത്ത് അടുത്ത കുതിരയുടെ പുറത്ത് കെട്ടുന്നു. അപ്പൊ തന്നെ യാത്ര ആരംഭിക്കുന്നു. ആ ഒരു രീതിയാണ് പോണി എക്സ്പ്രസ്സിൽ ഉണ്ടായിരുന്നത്. Carried in 4 leather boxes. എത്ര ലെതർ ബോക്സ് ഉണ്ടായിരുന്നു? There were 4 leather boxes which were attached to a special saddle blanket. ഈ 4 ബോക്സുകളും എവിടെയാണ് അറ്റാച്ച് ചെയ്തിരുന്നത്? ഒരു സാഡിൽ, കുതിരയുടെ പുറത്ത് നമ്മൾ വിരിക്കുന്ന ഒരു ബ്ലാങ്കറ്റിന്റെ മുകളിൽ 4 ബോക്സുകൾ ഉണ്ടായിരുന്നു. Thrown over the saddle, the changing of the ponies was done in 2 minutes. ഇനി ഒരുപാട് നേരം വർത്താനം പറഞ്ഞ് പതുക്കെയൊക്കെ ഇത് മാറ്റിയിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കില്ല. 2 മിനിറ്റിനുള്ളിൽ തന്നെ. നമ്മൾ സാധാരണ സ്പോർട്സ് ഡേക്ക് റിലേ കളിക്കാറില്ലേ? നമ്മൾ ഒരാൾ കൊണ്ടുവരുന്നു, അപ്പൊ തന്നെ വടി മേടിക്കുന്നു, അടുത്ത ആൾ ഓട്ടം തുടങ്ങുന്നു. അതേപോലെ തന്നെയാണ് പോണി എക്സ്പ്രസ് നടത്തിയിരുന്നത്. ഒരാൾ വരുന്നു, അയാൾ അതിൽ നിന്ന് ഇറങ്ങുന്നു. 2 മിനിറ്റിനുള്ളിൽ തന്നെ പോണിയെയും റൈഡറെയും ചേഞ്ച് ചെയ്തിരിക്കണം. ഈ ബ്ലാങ്കറ്റും അടുത്ത കുതിരയുടെ മുകളിൽ കെട്ടിവെച്ച് യാത്ര തുടങ്ങിയിട്ടുണ്ടാവും. 2 മിനിറ്റ് സമയമാണ് ഇടയിൽ അനുവദിച്ചിരുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ഡെലിവറി ടൈം ഇത്രയും സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയാണ് ചെയ്തിരുന്നത്. ദ സ്പീഡ് വാസ് എ ബോണസ്. സ്പീഡായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു മുൻതൂക്കം എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് കട്ട് ദ ആവറേജ് ഡെലിവറി ടൈം ഫ്രം സെവറൽ വീക്സ് ടു അബൌട്ട് 10 days. കാരണം എത്രയും സ്പീഡിൽ, എത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചാൽ ആഴ്ചകൾ നീണ്ടിരുന്ന മെസ്സേജ് ഡെലിവറി 10 ദിവസത്തിനുള്ളിലൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു.
The fastest trip was made in 7 days and 17 hours. ഇതിലെ റെക്കോർഡ് ടൈമാണ് പറയുന്നത്. അപ്പോൾ ഈ പോണി എക്സ്പ്രസിലെ റെക്കോർഡ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 7 days and 17 hours. 7 ദിവസവും 17 മണിക്കൂറും കൊണ്ട് ഒരു മെസ്സേജ് എത്തിച്ചതാണ് ഇതിലെ റെക്കോർഡ് എന്ന് പറയുന്നത്. The record was set by the rider carrying President Abraham Lincoln's first message to the US Congress. US കോൺഗ്രസിലേക്ക് എബ്രഹാം ലിങ്കന്റെ മെസ്സേജുമായി പോയ പോണി എക്സ്പ്രസ് ആണ് ഈ റെക്കോർഡ് ഇട്ടത്. US കോൺഗ്രസ് എന്താണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ലോ മേക്കിംഗ് ബോഡി ഇൻ ദ US, അതായത് നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന US-ലെ ഒരു സഭയാണ് ഈ US കോൺഗ്രസ് എന്ന് പറയുന്നത്. എബ്രഹാം ലിങ്കന്റെ ഒരു മെസ്സേജുമായിട്ട് അങ്ങോട്ട് പോയ പോണി എക്സ്പ്രസ്സുകാരാണ് ഈ റെക്കോർഡിന് അർഹർ. The poor riders had to ride through unknown terrains. Some routes exposed them to attack from the Red Indians and led them through dangerous territories. ഈ പാവപ്പെട്ട റൈഡേഴ്സിന്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിക്കണം. അവർ വളരെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള വഴികളിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അൺനോൺ ടെറൈൻസ്. എന്താണ് ടെറൈൻസ്? ടെറൈൻ മീൻസ് പ്ലേസസ്. അൺനോൺ ടെറൈൻസ് എന്ന് പറഞ്ഞാൽ അൺനോൺ പ്ലേസസ്. നമുക്ക് അറിയാത്ത സ്ഥലത്തിലൂടെ വേണം ഈ പോണിയും കൊണ്ട് നമ്മൾ പോകാനായിട്ട്. സം റൂട്ട്സ് എക്സ്പോസ് ഫ്രം ദ അറ്റാക്സ് ഫ്രം റെഡ് ഇന്ത്യൻസ്. ഈ കാടുകളിലൊക്കെ നമ്മൾ റെഡ് ഇന്ത്യക്കാരുണ്ടായിരുന്നു. ഈ ആദിവാസികൾ പോലെയുള്ള കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ അവരെ കാടിനുള്ളിലേക്ക് ഇവരെ കണ്ടാൽ തീർച്ചയായിട്ടും അവർ ഉപദ്രവം, അല്ലെങ്കിൽ അമ്പ് കൊണ്ടും അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്ന ഒരു ശീലം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ അറ്റാക്കും ഇവർ ഭയക്കണമായിരുന്നു. ദെൻ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് ഫോർ റൈഡേഴ്സ് ലിസ്റ്റഡ് വൺ ഇമ്പോർട്ടന്റ് റിക്വയർമെന്റ്. ന്യൂസ് പേപ്പറുകളിൽ ഇതിനെ റിക്വയർമെന്റ്, അതായത് പോണി റൈഡേഴ്സിന് ആവശ്യമുണ്ട് എന്നൊരു പരസ്യം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട നിബന്ധനകൾ, റിക്വയർമെന്റ് എന്തൊക്കെയായിരുന്നു നമുക്കൊന്ന് നോക്കാം. ഓർഫൻസ് പ്രിഫേർഡ്, അതായത് അനാഥരാണ്, അവർക്കായിരുന്നു പ്രാമുഖ്യം. എന്തിനാണ് ഈ അനാഥരെ സെലക്ട് ചെയ്യുന്നത്? അവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെസ്സേജ് കൊണ്ടുപോകുന്ന വഴി അവർക്ക് എന്തെങ്കിലും സാധിച്ചാൽ അതിന് ഉത്തരവാദിത്തം ഇവർക്ക് ഏറ്റെടുക്കേണ്ടി വരില്ലായിരുന്നു. അതുകൊണ്ട് വളരെ ചെറുപ്പക്കാരായ ഓർഫൻസ് ആയിട്ടുള്ള കുട്ടികളെ, ആൺകുട്ടികളെയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. Though exciting, the Pony Express was a short-lived experiment. വളരെ എക്സൈറ്റഡ് ആയിട്ട് കുറഞ്ഞ സമയത്തിനുള്ളൊക്കെ ഈ പോണി എക്സ്പ്രസ് മെസ്സേജുകൾ അയച്ചു എന്നിരുന്നെങ്കിൽ കൂടി ഇത് വളരെ ഷോർട്ട് ലിവ്ഡ് എക്സ്പെരിമെന്റ് ആയിരുന്നു. വളരെ കുറച്ച് കാലം മാത്രം ഉണ്ടായ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു പോണി എക്സ്പ്രസ്. It lasted for only 19 months. 19 മാസം മാത്രമാണ് ഈ പോണി എക്സ്പ്രസിന്റെ ആയുസ് എന്ന് പറയുന്നത്. അപ്പോഴേക്കും അത് നിർത്തേണ്ടി വന്നു. എന്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി? there was a telegraph line from coast to coast. അപ്പോഴേക്കും ടെലിഗ്രാഫിന്റെ കണ്ടുപിടുത്തം, നമ്മൾ കമ്പി അടിക്കാന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ടെലിഗ്രാഫിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി പോണി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഈ ഒരു സംരംഭം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇറ്റ് വാസ് എ വെരി സ്മോൾ ഷോർട്ട് ലിവ്ഡ് എക്സ്പെരിമെന്റ് ആൻഡ് ഇറ്റ് ഈസ് ലാസ്റ്റഡ് ഓൺലി ഫോർ 19 months. Okay. And this was definitely a faster way of sending messages. പോണി എക്സ്പ്രസിനേക്കാളും വളരെ ഫാസ്റ്റ് ആയിട്ട് ടെലിഗ്രാഫിലൂടെ നമുക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. But the invention of the radio brought a great revolutionary change in the field of communication. അതിനുശേഷം റേഡിയോയുടെ കണ്ടുപിടുത്തത്തോടു കൂടി ഈ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ തന്നെ ഒരു വലിയ മാറ്റമാണ് സംഭവിച്ചത്. റെവല്യൂഷണറി എന്ന് പറഞ്ഞാൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് കമ്മ്യൂണിക്കേഷന്റെ ഫീൽഡിൽ സംഭവിച്ചത്. അപ്പോൾ പോണി എക്സ്പ്രസ് നമ്മൾ പരിചയപ്പെട്ടു, കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടു, കുറച്ച് കഥകളും കാര്യങ്ങളും ഇൻട്രൊഡക്ഷനൊക്കെ നമ്മൾ പറഞ്ഞു, 2-3 ചിത്രങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ മൊത്തം കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ പോണി എക്സ്പ്രസിന്റെ കഥ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യു ഹാവ് ടു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് ട്വൈസ് ഓർ ത്രൈസ് ആൻഡ് ഓൾസോ ദ ഗ്ലോസറി പേജ് ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് the answers for the textual questions. Hope you understood. So we can meet in the next class. Thank you.